ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അവനു മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തുകളുടെ കൂട്ടത്തിൽ എണ്ണിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് തവക്കുൽ എന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കേണ്ടി വരുന്ന ഒരു ഇബാദത്ത് കൂടിയാണ് തവക്കുല്. ആരാണ് അള്ളാഹുവിൽ ഏറ്റവും കൂടുതൽ തവക്കുലാക്കുക എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ഖദറിനെ, ഖുദ്റത്തിനെ തിരിച്ചറിഞ്ഞ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനും അള്ളാഹുവാണ് എന്ന് തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ അള്ളാഹുവിൽ പരിപൂർണമായി തവക്കുലാക്കാൻ സാധിക്കുള്ളൂ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന ആ ഒരു വിശ്വാസം മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന ആളുകൾക്ക് അള്ളാഹുവിൽ പൂർണ്ണമായി തവക്കുലാക്കാൻ സാധിക്കുള്ളൂ. തൗഹീദിന്റെ അതിപ്രധാനമായ ഒരു ആശയമാണ് തവക്കുൽ. ഒരു വിശ്വാസിക്ക് ആ ഒരു ഇബാദത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഒരിക്കലും സാധിക്കൂല. അള്ളാഹുവുമായുള്ള ബന്ധത്തിന്റെ താക്കോലാണ് തവക്കുൽ. സൃഷ്ടികളായ നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത ശേഷം അതിനപ്പുറത്തുള്ളതൊക്കെ ലോക സൃഷ്ടാവും സംരക്ഷകനും നിയന്താവുമായ അള്ളാഹുവിൽ ഭരമർപ്പിച്ചുകൊണ്ട് മുന്നേറുക എന്നതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. ദുനിയാവിന്റെയും പരലോകത്തിന്റെയും കാര്യങ്ങളിൽപ്പെട്ട നന്മകൾ കിട്ടാനും തിന്മകൾ തടുക്കാനും സത്യസന്ധമായി അള്ളാഹുവിനെ ആശ്രയിക്കലാണ് തവക്കുൽ. മറ്റാരെയും അവലംബിക്കാത്ത വിധം അള്ളാഹുവിനെ കൊണ്ട് മാത്രമുള്ള ഹൃദയദാർഢ്യമാണ് തവക്കുൽ. സർവ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു എന്ന് തൗഹീദിനാൽ ഹൃദയ തലങ്ങളിൽ ഉറപ്പിച്ച് അത് മനസ്സിലാക്കി മുഴുവൻ വിഷയങ്ങളിലും അവന്റെ മേൽ ഭരമേൽപ്പിക്കലും അവനുമായി ബന്ധപ്പെടലുമാണ് തവക്കുൽ. വിശുദ്ധ ഖുർആനിലെ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ സത്യവിശ്വാസികൾ അള്ളാഹു ഉണർത്തുന്നുണ്ട്. അതിലൊരു ആയത്താണ് സൂറത്തു ആൽ ഇംറാനിലെ ആയത്ത് വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്. ഒരിക്കലും മരിക്കാതെ ജീവിക്കുന്നവനിൽ നീ ഭരമേൽപ്പിക്കുക എന്നാണ്. അതായത് നാളെ മരിച്ചു പോകുമെന്നവരിൽ, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമെന്നവരിൽ ഒരിക്കലും നീ ബലമേൽപ്പിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഭരമേൽപ്പിച്ചാൽ യാതൊരു പ്രയോജനവും അതുകൊണ്ട് ഇല്ല എന്നർത്ഥം. അപ്പോ ഭരമേൽപ്പിക്കേണ്ടത് ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനിലാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരായത്തിൽ കാണാം
വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. അത് ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ ആയത്താണ്, സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്ത്. വമൻ യതവക്കൽ അലല്ലാഹ്, ആര് അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നുവോ, ഫഹുവ ഹസ്ബുഹു, അയാൾക്ക് ആ റബ്ബ് മാത്രം മതിയായവനാണ്. ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. അല്ലാഹു അവന്റെ കാര്യത്തിന് മതിയായവനാണ്. ഓരോ കാര്യത്തിനും അല്ലാഹു ഒരു നിർണയം വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഉദ്ദേശിച്ചതിലും വിധിച്ചതിലും അപ്പുറം ഒരു കാര്യവും സഹോദരങ്ങളെ നടപ്പിലാക്കാൻ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ശക്തിക്കോ സാധ്യമല്ല എന്ന തിരിച്ചറിവാണ് തവക്കുലിന്റെ അടിസ്ഥാനം. നിങ്ങളെ മദീനയിലേക്കുള്ള പാലായന വേളയിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ ഒളിച്ചിരുന്ന സംഭവം നമുക്കറിയാം. ശത്രുക്കളുടെ കാൽപ്പാടുകൾ, കാൽ പെരുമാറ്റങ്ങൾ കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് ഭയം വന്നു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, അവരെങ്ങാനും നമ്മെ കണ്ടാലോ, അവരെങ്ങാനും ആ ഗുഹയുടെ മുമ്പിൽ നിന്നൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണും. അവർ കണ്ട എന്തായിരിക്കും സംഭവിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തവക്കുലിന്റെ മഹനീയമായ സന്ദേശം മഹാനായ അബൂബക്കർ തന്റെ കൂട്ടുകാരനെ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ പകർന്നു കൊടുക്കുകയാണ്. മാ ളന്നുക യാ അബൂബക്കർ ബിഇസ്നതൈനി വല്ലാഹി സാലിസുഹുമാ. അബൂബക്കറെ, നീ എന്താ വിചാരിച്ചത്? നമ്മൾ രണ്ടുപേരാണുള്ളതെന്ന്. മൂന്നാമനായി നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് എന്ന തവക്കുലിന്റെ ആ ആശയം, ആ ഒരു വിശ്വാസം തന്റെ കൂട്ടുകാരനെ അവിടെ വെച്ച് പകർന്നു കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിങ്ങളെ ഒരുപാട് സംഭവങ്ങളെ പ്രിയമുള്ളവരെ തവക്കുലുമായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് മൂസാ നബിയും അനുയായികളും ചെങ്കടലിന്റെ അടുത്തെത്തിയ സന്ദർഭം. മുമ്പിൽ മഹാസമുദ്രമാണ്, പിന്നിൽ ഫിർഔനും സൈന്യവും അവിടെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആ കാഴ്ചയാണ് ഫിർഔനിന്റെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള അനുയായികൾ പ്രിയമുള്ളവരെ കാണുന്നത്. ആ അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാമയോട് പറഞ്ഞത് ഉറപ്പായും തീർച്ചയാണ് ഇനി നമ്മൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞ മറുപടി എന്താ? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. തീർച്ചയായും എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്. അതാണ് തവക്കുല്. തീർച്ചയായും എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമും സൈന്യവും ആ ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടത് പ്രിയമുള്ളവരെ പടച്ച റബ്ബിലുള്ള തവക്കുലിന്റെ വിശ്വാസമാണ് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു മകനു പിന്നാലെ മറ്റൊരു മകനെ കൂടി നഷ്ടമായപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ നിലപാടെന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ പറഞ്ഞ വാചകം വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. ആ റബ്ബിന്റെ മേലിതാ ഞാൻ ബരമേൽപ്പിക്കുന്നു, അവന്റെ മേൽ തന്നെയാണ് ബരമേൽപ്പിക്കുന്ന ആളുകൾ ബരമേൽപ്പിക്കേണ്ടത് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ വാചകം വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടു മക്കളെയും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പിന്നീട് തിരിച്ചു നൽകുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ വീട് വളഞ്ഞ ശത്രുക്കളുടെ കൺമുന്നിലൂടെ പ്രവാചകൻ ഇറങ്ങി നടന്നിട്ടും പ്രവാചകനെ ശത്രുക്കൾ കാണാത്തത് ആ അള്ളാഹുവിലുള്ള തവക്കുലിന്റെ വിശ്വാസമാണെങ്കിൽ, അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തിന്റെ ഉദാഹരണമാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഒരു വിശ്വാസമാണ്, ഈ ഒരു തവക്കുലാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തീയിലേക്ക് എറിഞ്ഞ സന്ദർഭം നമുക്കറിയാം. തീയിലേക്ക് എറിഞ്ഞ സമയത്ത് ആ തീക്കുണ്ടാരത്തിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചെന്നു. ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ. എനിക്ക് അല്ലാഹു മതി, എത്ര നല്ല ബരമേൽപ്പിക്കുന്നവനാണ് എന്റെ റബ്ബ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ, അല്ലാഹുവിൽ തവക്കുലാക്കിയപ്പോ അല്ലാഹു തആല ആ തീക്കുണ്ടാരത്തിന് പ്രിയമുള്ളവരെ ആ തീക്ക് അല്ലാഹു തആല
ബോധനം നൽകിയെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയേ നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവും നൽകുക എന്ന് അല്ലാഹു തആല ബോധനം കൊടുക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, തവക്കുലിന്റെ ശക്തിയിൽ തീനാളത്തിന് പോലും തണുപ്പ് അനുഭവപ്പെട്ടുവെങ്കിൽ ആപത്തുകളും പ്രതിസന്ധികളും സത്യവിശ്വാസിയെ ഒരിക്കലും നിരാശനാക്കാൻ പാടില്ല എന്ന മഹനീയമായ പാഠമാണ് ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് വിശ്വാസികളായ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. എല്ലാ വാതിലുകളും അടയുമ്പോഴും സർവ്വ അത്താണികളും പൊളിഞ്ഞു പോകുമ്പോഴും ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ, ഇത് ഹൃദയം കൊണ്ട് പറയാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സഹോദരങ്ങളെ സാധിക്കേണ്ടതുണ്ട്. നിരാശ എന്നുള്ളത് അത് ദുർബലന്റെ വികാരാണ്. നിരാശ എന്ന് പറഞ്ഞാല് ഇച്ഛകളും കണക്കുകൂട്ടലുകളും തെറ്റുമ്പോ നിരാശ ബാധിച്ച് പലപ്പോഴും അത് ആത്മഹത്യകളിൽ അഭയം തേടുന്ന പ്രവണത ഇന്ന് സഹോദരങ്ങളെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. മുസ്ലിം സമൂഹത്തിലെ ആളുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, തവക്കുലിന്റെ അഥവാ തൗഹീദിന്റെ അഭാവമാണ് ആത്മഹത്യക്കുള്ള പ്രേരണ. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്ത ആള് നരകത്തിൽ നിത്യവാസിയായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ശിർക്ക് ചെയ്തവനെ പോലെ നിത്യവാസിയായി കാലാകാലം നരകത്തിൽ കിടക്കേണ്ടവനാണ് ആത്മഹത്യ ചെയ്തൊരു മനുഷ്യൻ. എന്താ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മഹത്യ ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷയായി പ്രവാചകൻ പഠിപ്പിച്ചത് എന്താ? ഹദീസിൽ കാണാം, ആരെങ്കിലും ഇരുമ്പ് കൊണ്ട് സ്വയം മുറിവേൽപ്പിച്ച് ഒരാൾ ആത്മഹത്യ ചെയ്താൽ കയ്യിൽ ഇരുമ്പുമായി വയറിന് മുറിവേൽപ്പിക്കുന്ന രൂപത്തില് നരകത്തിൽ കാലാകാലം ആ മനുഷ്യൻ അങ്ങനെ കിടക്കുന്നതാണ്. കാലാകാലം നരകത്തില് അവൻ ആ വയറ്റിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് അവനക്ക് രക്ഷയില്ല എന്നാണ്. ആരെങ്കിലും വിഷം കഴിച്ചാണ് ആരെങ്കിലും ആത്മഹത്യ ചെയ്തതെങ്കിൽ നരകത്തിൽ നിത്യവാസിയായിക്കൊണ്ട് അവൻ അവിടെ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരു മലയുടെ മുകളിൽ നിന്ന് ചാടിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അവൻ നരകത്തിൽ നിത്യവാസിയായിക്കൊണ്ട് അവൻ നരകത്തിൽ ഇങ്ങനെ ഒരു മലയുടെ മുകളിൽ നിന്ന് ചാടിക്കൊണ്ടേയിരിക്കും, ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ, ഇത് തവക്കുല് എന്ന വിശ്വാസം മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത ആളുകളാണ് ഇത്തരം തിന്മയിലേക്ക് ആത്മഹത്യയിലേക്കൊക്കെ ആളുകൾ പോകാനുള്ള കാരണം. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് തവക്കുല് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. വളരെ ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ നിങ്ങൾ, നമ്മളൊരു യാത്ര പോണ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കുറച്ച് വൈകി. ഇതൊക്കെ തവക്കുലിനെതിരാണ്. യാത്ര വൈകി, നമ്മൾ ഇറങ്ങാൻ വൈകി, നമ്മൾ വാഹനം കാത്തുനിന്നു, ബസ് വരുന്നില്ല, പോണ ബൈക്കിനും കാറിനൊക്കെ നമ്മൾ കൈ കാണിക്കുന്നുണ്ട്, ആട് നിർത്തുന്നില്ല. അവസാനം ഒരാൾ നിർത്തി, നമ്മൾ അയാളെ ബാക്കിൽ കയറിപ്പോയി. കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴാണ് മുമ്പ് നമ്മൾ കൈ കാണിച്ച ഒരാള് അവിടെ ആക്സിഡന്റ് ആയി കിടക്കണത് കാണുന്നത്. നമ്മളെന്താ പറയാ, എന്തോ ഭാഗ്യല്ലേ, പടച്ചോ രക്ഷിച്ചു, അയാളെ ബാക്കിൽ കയറാത്ത എത്ര നന്നായി എന്നറിയും. എന്നാൽ ചില ആളുകള് അത് പോകുമ്പോ സങ്കടപ്പെടുന്നുണ്ട്, എന്താ പോണക്ക് നിർത്തിയാല്, എന്നെ അറിയുന്ന ആളായിട്ട് ഒന്ന് നിർത്താതെ പോയല്ലോ എന്നൊക്കെ പറയും. ഇതൊക്കെ ഇത്തരം സംഭവങ്ങള് മുമ്പിൽ നടക്കുമ്പോഴാണ് എന്തോ ഭാഗ്യം എന്ന് പറയാം. ഇതൊക്കെ തവക്കുലിന് എതിരാണ് ആ വിശ്വാസം. ഒരു കാര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് കുറച്ച് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ഒരു തോന്നല്, കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് പിന്നെ എന്തുണ്ടാകാൻ പാടില്ല, ഒരു വിശ്വാസിക്ക് അതിനെ കുറിച്ച് ചിന്ത ഉണ്ടാകാൻ പാടില്ല. എന്നാ നേരെ തവക്കുലിന് എതിരാണെന്ത്, ഒരാൾ വെറുതെ കുത്തിറിഞ്ഞാണ്ട് ഒരു കാര്യമില്ലാതെ നേരം വൈകിയാണ്ട് വൈകുന്നിട്ട് അത് പടച്ചോണ്ട് തീരുമാനമല്ലേ എന്ന് പറയാൻ പറ്റൂല. എന്താ തവക്കുൽ എന്ന് പറഞ്ഞാല് മനുഷ്യനെ കൊണ്ട് അവന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീടുള്ള ബാക്കി കാര്യങ്ങള് അള്ളാഹുവിലേക്ക് തവക്കുലാക്കുക എന്നുള്ളതാണ് വരമേൽപ്പിക്കുക എന്ന് പറയാം തവക്കുൽ എന്ന് പറഞ്ഞാല്. അല്ല, ഒന്നും ചെയ്യാതെ തവക്കുലാക്കാനല്ല ഇസ്ലാം എന്ത് ചെയ്യണത്, പഠിപ്പിക്കുന്നത്. ജീവിതത്തിലുടനീളം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം പ്രതിഫലങ്ങളെ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. 8ഓളം പ്രതിഫലങ്ങൾ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്നെന്താ അറിയുങ്ങൾ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആൽ ഇംറാനിലെ 3-ാമത്തെ ആയത്തില്, ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ഇഷ്ടം അത്തരം ആളുകൾക്ക് ലഭിക്കുന്നതാണ്.
അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്ന ആളുകളെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു എന്നാണ്. രണ്ടാമതായി വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്നല്ലാഹ ബാലിഗു അംരിഹി. അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല ഏറ്റെടുക്കുന്നതാണ്. അവന്റെ മുഴുവൻ അല്ലെ, ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. കാര്യങ്ങൾ കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനമായാല് എന്താ ചെയ്യേണ്ടത്? ഒരു വിശ്വാസി അള്ളാഹുവിലേക്ക് തവക്കുലാക്കണം. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. പിന്നെ അവന്റെ കാര്യം അള്ളാഹു തആല ഏറ്റെടുക്കുന്നതാണ്. മൂന്നാമതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അവർക്ക് രക്ഷയുണ്ടാകും തവക്കുലാക്കുന്ന ആളുകൾക്ക് എന്നാണ്. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരുടെ മേൽ പിശാചിന് യാതൊരു അധികാരമില്ലെന്നാണ്. അത്തരം ആളുകളെ, അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്ന ആളുകളെ പിശാച് സമീപിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നാലാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് നല്ല ഉപജീവനം, നല്ല റിസ്ക് അല്ലാഹു തആല തവക്കുലാക്കിയാൽ കൊടുക്കുന്നതാണ്. അതിന് പ്രവാചകൻ മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ ആ സംഭവം പഠിപ്പിച്ചിരാണ്. ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി. ആരെങ്കിലും നിങ്ങൾ അള്ളാഹുവിൽ യഥാവിധി കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയാണ് എങ്കിൽ, അള്ളാഹുവിന് തവക്കുലാക്കേണ്ട രൂപത്തിൽ നിങ്ങൾ തവക്കുലാക്കുകയാണ് എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് തരും. ഏതുപോലെ എന്നറിയൂ? ലറുസിഖ്തും കമാ തുർസഖു ത്വയ്റു തഅദൂ ഖിമാസൻ വതറൂഹു ബിത്വന. പക്ഷികൾക്ക് അള്ളാഹു തആല ആഹാരം കൊടുക്കുന്നത് പോലെ എന്നാണ്. അവര് പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി ആ പക്ഷികൾ തന്റെ കൂട്ടിൽ നിന്ന് അവർ പാറിപ്പോവുകയാണ്. ജോലിക്ക് പോവുകയല്ലോ, ഓഫീസിക്ക് പോവല്ലോ. പക്ഷികൾ ഒട്ടിയ വയറുമായി രാവിലെ ആ കൂട്ടിൽ നിന്ന് പാറിപ്പോവുകയാണ്. തിരിച്ചവർ ആ കൂട്ടിലേക്ക് വരുന്നത് നിറവയറുമായി കൊണ്ടാണ്. ഇതുപോലെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാതെ ചടഞ്ഞിരിക്കുന്നതിന്റെ പേരല്ല എന്നർത്ഥം. അതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ പക്ഷി ആ കൂട്ടിൽ തന്നെ ഇരിക്കല്ല. രാവിലെ പ്രഭാതമായപ്പോ അത് കൂട്ടിൽ നിന്ന് പുറപ്പെട്ടേക്കാണ്, വൈകുന്നേരമാകുമ്പോ തിരിച്ചു വരികയാണ്. അപ്പൊ അത് അന്വേഷിക്കാന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ചെയ്യേണ്ടത് ചെയ്ത ശേഷം കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പരിപൂർണമായി സമർപ്പിക്കുക. ആ റബ്ബ് തരുമെന്ന പ്രതീക്ഷയോടെ, ആ റബ്ബ് ഞാൻ ചോദിച്ചാൽ എനിക്ക് തരുമെന്ന പ്രതീക്ഷയോടെ അത് ആഗ്രഹിക്കുകയും കിട്ടിയതിൽ സംതൃപ്തി അടയുകയും ചെയ്യാം. അതാണ് പ്രവാചകൻ ആ ഉദാഹരണത്തിലൂടെ, ആ പക്ഷിയുടെ ഉദാഹരണത്തിലൂടെ പ്രവാചകൻ ഒരു വിശ്വാസിയെ പഠിപ്പിച്ചിരുന്നത്. അഞ്ചാമതായി സഹോദരങ്ങളെ, പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി തവക്കുൽ കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ എന്തെങ്കിലും ദുരിതമോ പ്രയാസമോ പ്രതിസന്ധികളോ ബാധിച്ചാല് അവൻ ഒരിക്കലും നിരാശപ്പെടൂല, പരാജയപ്പെടൂല എന്നാണ്. അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യവും ബാധിക്കൂല എന്നാണ്. ഇതാണ് തവക്കുല്. മനസ്സിലുള്ള ഒരാളെ വിശ്വാസം അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഗുലാം. ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയായിരിക്കുമ്പോ പ്രവാചകൻ ഉപദേശിക്കുകയാണ്, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ യഹ്ഫദില്ലാഹ യഹ്ഫദുക യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. ഞാൻ നിനക്കൊരു വചനം, ഒരു വാചകം ഞാൻ പഠിപ്പിച്ചു തരാം, നീ അള്ളാഹിനെ സൂക്ഷിക്കണം എന്നാണ്. യഹ്ഫദില്ലാഹ യഹ്ഫദുക, എന്നാൽ അള്ളാഹു നിന്നെ രക്ഷിക്കുന്നതാണ്. അള്ളാഹിനെ നീ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവനെ നിന്റെ മുമ്പിൽ അള്ളാഹിനെ നിനക്ക് കാണാൻ പറ്റുന്നതാണ്. അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിനക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും.
നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം എന്നാണ്. നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് സഹായം ചോദിക്കണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയെ പഠിപ്പിക്കുന്നത്, ഒരു സമൂഹം നിനക്ക് വല്ല ഉപകാരവും ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് വേണ്ടി നിശ്ചയിച്ചതിന്റെ അപ്പുറം ഒന്നും അവർക്ക് ചെയ്തു തരാൻ അവരെ കൊണ്ട് സാധിക്കൂല എന്നാണ്. ഒരു ഉപദ്രവം ചെയ്യാൻ ഒരു സമൂഹം നിനക്ക് വിചാരിച്ചാല് അള്ളാഹ് അവന്റെ കിതാബിൽ എഴുതി വെച്ച ഒരു ഉപദ്രവമല്ലാതെ അവരെ കൊണ്ട് നിന്നെ ഏൽപ്പിക്കാൻ പറ്റൂല. ഇസ്ലാമിക വിശ്വാസത്തിന്റെ വലിയൊരു പാഠമാണ് സഹോദരങ്ങളെ പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നത്. നിരാശയെയും അഹന്തയെയും അറുത്തുമാറ്റി സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം ആശ്രയിച്ചും അവലംബിച്ചും തവക്കുലാക്കലിന്റെ പ്രാധാന്യമാണ് പ്രവാചകൻ ഈ വചനത്തിലൂടെ സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത്. ആറാമതായി അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ അള്ളാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളെ കൊണ്ട് പറ്റൂല എന്നാണ്. സത്യവിശ്വാസികളെ അള്ളാഹുവിൽ എല്ലാ കാര്യങ്ങളും ബരമേൽപ്പിക്കട്ടെ എന്നാണ്. അള്ളാഹുവിൽ ബരമേൽപ്പിച്ചാൽ അള്ളാഹു നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമ്മളെ ആര് തോൽപ്പിക്കാൻ വിചാരിച്ചാലും പ്രിയപ്പെട്ടവരെ പടച്ച റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കും. അതാണ് പ്രവാചക ചരിത്രത്തിലൂടെ നമ്മൾ കണ്ടതും കേട്ടതൊക്കെ. ഹിജ്റ വേളയിലും അതേപോലെ ബദറിലും അഹ്സാബിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും അള്ളാഹുവിൽ നിന്ന് ലഭിക്കപ്പെട്ട സഹായങ്ങളെ പ്രിയമുള്ളവരെ ഈ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഏഴാമതായി തവക്കുലാക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് കൂടി നദികളൊഴുകുന്ന ഉന്നതമായൊരു സൗധം, ഒരു വീട് അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ലാ നുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഉറഫാനാണ് അല്ലദീന സ്വബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. തീർച്ചയായും ക്ഷമിക്കുന്ന ആളുകൾക്കും അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തവക്കുലാക്കുന്ന ആളുകൾക്കും അള്ളാഹു തആല സ്വർഗത്തിലെ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒരു വലിയൊരു വീട് അള്ളാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. എട്ടാമതായി പറഞ്ഞത് വിചാരണ കൂടാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നതാണ്. ആദിഹി ഉമ്മത്തുക വയദ്ഖുലുൽ ജന്നത മിൻ ഹൗലായി 70000 ബിഗൈരി ഹിസാബ് എന്നാണ്. എന്റെ ഉമ്മത്തിൽപ്പെട്ട 70000 ആളുകൾക്ക് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതാണ്. ആ കൂട്ടത്തിൽ ഒന്നെണ്ണിയത് അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്ന ആളുകൾ എന്നാണ്. പൂർണ്ണമായി പടച്ച റബ്ബിലേക്ക് സമർപ്പിക്കുന്ന ആളുകൾക്ക് പ്രിയമുള്ളവരെ നാളെ പരലോകത്ത് വിചാരണ ഇല്ല എന്നാണ്. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി പൂർണ്ണമായി റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുന്ന വിശ്വാസികളായി ഞാനും നിങ്ങളും മാറുക. അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തവക്കുല് പരീക്ഷിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്. യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുമ്പോൾ ശക്തമായ പരീക്ഷണങ്ങളെ ഈ ഒരു വിഷയത്തിൽ ഒരു മുഅ്മിനിന് നേരിടേണ്ടി വരും. അത്തരം പരീക്ഷണങ്ങളിൽ അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു തആല സ്വർഗം പ്രിയമുള്ളവരെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം മിസ്അബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം അറിയാത്ത ആരും ഒരു പക്ഷേ ഈ സദസ്സിലുണ്ടാവില്ല. കഅബയുടെ പരിസരത്ത് കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് ക്ഷീണിച്ച ശരീരവുമായി നിൽക്കുന്ന മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോ പ്രവാചകന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പം പിറകോട്ട് ആലോചിച്ചു. ആരായിരുന്നു മിസ്അബ്? മക്കയുടെ തെരുവീതിയിലൂടെ മൈലുകൾക്കപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിച്ച് നടന്നു നീങ്ങിയിരുന്ന സമ്പന്ന കുടുംബത്തിലെ യുവകോമളനായിരുന്നു പ്രിയമുള്ളവരെ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മിസ്അബ് നടന്നുപോയാൽ
കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സുഗന്ധത്തിന്റെ മണമുണ്ടാകുന്നതാണ്. അത്തറിന്റെ മണമുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ നോക്കാത്ത പെണ്ണുങ്ങളില്ല എന്നാണ് ആ കാലത്ത്. അത്രമാത്രം സുന്ദരനായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു. തന്റെ മുന്നിൽ നിൽക്കുന്നത് മിസ്അബാണ് എന്ന് പ്രവാചകന് സഹോദരങ്ങളെ വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താ പറ്റിയത്? ഒന്നുമല്ല സഹോദരങ്ങളെ, യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചപ്പോ അതിന്റെ പേരിൽ സ്വന്തം മാതാവ് അദ്ദേഹത്തെ വെറുക്കാണ്. ഭീഷണിയുടെ സ്വരമുപയോഗിച്ചു അദ്ദേഹത്തെ ഒരു മുറിയിലിട്ട് പൂട്ടാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ അന്നപാനീയങ്ങൾ പോലും മുടക്കിയ മാതാവ് ക്ഷീണിച്ചവശനായി വസ്ത്രങ്ങളൊക്കെ കീറിപ്പറഞ്ഞ് രക്ഷയില്ലാന്ന് കണ്ടപ്പോ ഉമ്മ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ സഹോദരങ്ങളെ തുറന്നുവിടാണ് ആ റൂമെന്ന്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആ സ്വഹാബി എത്തുന്നത്. ആ കാഴ്ചയാണ് പ്രവാചകൻ കണ്ടതും അത് കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകിയെന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് പ്രിയപ്പെട്ടവരെ ആദർശധീരത എന്ന് പറഞ്ഞാല്. മറ്റുള്ളവർക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത വിശ്വാസമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. ഉമ്മ, നിങ്ങൾക്ക് 100 ആത്മാവുണ്ടായിരുന്നാലും ആ 100 ആത്മാവിൽ നിന്ന് ഓരോ ആത്മാവും നിങ്ങളോട് വിട പറഞ്ഞു പോയാലും മുഹമ്മദിന്റെ മതത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് ഞാൻ പിന്മാറില്ലെന്ന് പ്രഖ്യാപിച്ച മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസമാണ് സഹോദരങ്ങളെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. നോക്കൂ നിങ്ങൾ, മഹദി റംല എന്ന പേരിൽ അറിയപ്പെട്ട ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അബൂ സുഫിയാന്റെ മകളാണ്. മക്കയിൽ നിന്ന് അബീസീനിയയിലേക്ക് ഹിജ്റ പോവാണ്. അവിടെ എത്തിയപ്പോഴാണ് ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. ഗർഭിണിയാണ്. അവിടെ എത്തി പ്രസവിക്കാണ്. ഹബീബ എന്ന് പേരിട്ടു. അങ്ങനെയാണ് ഉമ്മു ഹബീബ എന്നുള്ള പേര് വന്നത്. ശരിക്കും പേര് റംല എന്നാണ് റളിയല്ലാഹു അൻഹ. ദിവസങ്ങൾ കഴിയുമ്പോ പ്രിയമുള്ളവരെ കേൾക്കുന്ന വാർത്ത ഭർത്താവ് ക്രിസ്തുമതം സ്വീകരിച്ചു എന്നാണ്. ഭർത്താവ് ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായ പരീക്ഷണഘട്ടാണ്. കയ്യിലേന്തിയ ചോരക്കുഞ്ഞുമായി എന്തു ചെയ്യണമെന്നറിയാതെ ആ സ്ത്രീ ഇങ്ങനെ ആകെ ടെൻഷനായി നിൽക്കുന്ന സമയമാണ്. മക്കയിലേക്ക് മടങ്ങിച്ചെന്ന് മുശ്രിക്കുകളായ തന്റെ കുടുംബത്തിന്റെ കൂടെ കൂടണോ, അതല്ല ക്രിസ്തുമതത്തിലേക്ക് തിരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ കൂടെ കൂടണോ എന്ന ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ തന്റെ ചിന്താമണ്ഡലം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മഹദി എടുത്ത തീരുമാനം, ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്കെന്തു വന്നാലും ശരി എന്റെ റബ്ബിനെ കൈവിടുന്ന, ഈ ആദർശത്തെ കൈവിടുന്ന ഒരു പ്രശ്നം എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന ഉറച്ച ഒരു വിശ്വാസം, ഉറച്ചൊരു തീരുമാനം ആ മഹദി എടുത്ത സമയത്ത് പിന്നീട് എന്തു സംഭവിച്ചു പറയുന്നത്? പിന്നീട് സംഭവിച്ചത് പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരു ഭാര്യയാകാൻ പ്രിയമുള്ളവരെ ഈ മഹദിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് പടച്ച റബ്ബ് നൽകുന്ന പ്രതിഫലം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون إن الذين قالوا ربنا الله തീർച്ചയായും ഒരു കൂട്ടരെ ഖാലു അവർ പറയുന്നു, പ്രഖ്യാപിക്കുന്നു, റബ്ബുനല്ലാഹ് ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആകുന്നു. സുമ്മസ്തഖാമു അത് പ്രഖ്യാപിച്ചതിന് ശേഷം അതാ സുമ്മസ്തഖാമു നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല, ദുഃഖിക്കാനില്ല. എത്ര വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നാലും അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ ഒന്നും പേടിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതാണ്. ഉലൈക അസ്ഹാബുൽ ജന്ന അവർക്കാണ് അല്ലാഹു തആല സ്വർഗ്ഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ഖാലിദീന ഫീഹാ അവിടെ ആ സ്വർഗ്ഗത്തിൽ നിത്യവാസികളായിരിക്കും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അല്ലാഹു തആല അവർക്ക് കൊടുത്ത പ്രതിഫലമാണ് പ്രിയമുള്ളവരെ ആ സ്വർഗ്ഗം. ആ സ്വർഗ്ഗം നമുക്ക് ലഭിക്കണോ? പൂർണ്ണമായ തവക്കുല് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തണം. എത്ര വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നാലും അള്ളാഹുവിനെ കൈവിടിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട എന്ന ഉറച്ച വിശ്വാസം പൂർണ്ണമായി റബ്ബിലേക്ക് തവക്കുലാക്കാൻ സഹോദരങ്ങളെ നമുക്ക് പറ്റണം. അങ്ങനെയുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.